എൻ്റെ ഇൻവെസ്റ്റിംഗ് ജേണി തുടങ്ങിയിട്ട് 8-9 വർഷമായി. ഒരവസരം ഉണ്ടെങ്കിൽ 9 വർഷം പിറകിലേക്ക് പോയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ 8 മിസ്റ്റേക്സ് ഞാൻ തിരുത്തും. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിലോ ഓർ ഇൻവെസ്റ്റിംഗിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളാണെങ്കിലോ ഈ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം നല്ലപോലെ കോൺഫിഡൻസും ഉണ്ടാവും. ഈ 8 മിസ്റ്റേക്സിൽ എത്ര എണ്ണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള സ്കോർ നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യണം. എന്നേക്കാൾ ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ജീനിയസ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ ഓഡിയൻസ് എന്ന് എനിക്കും മനസ്സിലാക്കാമല്ലോ. അത് തിരിച്ചാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 1, ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിംഗിൽ എവിടെയും എത്താൻ പോകുന്നില്ല. ഞാൻ ഇൻവെസ്റ്റിംഗ് തുടങ്ങിയ സമയം എപ്പോഴും ഞാൻ എൻ്റെ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് പിൻവലിക്കാനുള്ള ഗേറ്റ്സ് ഓപ്പൺ ആക്കിയിടും. 10,000 രൂപ സാലറി ഉണ്ട് എങ്കിൽ അത് കിട്ടുമ്പോൾ തന്നെ അമിത ആവേശം കാണിക്കും. അതിലൊരു 4,000-ഓ 5,000-ഓ ഞാൻ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് അങ്ങനെ മറ്റൊരു സേവിങ്സോ എമർജൻസിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ മാസം തന്നെ അത് പിൻവലിക്കും. ഇതേ സെയിം കാര്യം ഒരു 10 വട്ടമെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. ആവശ്യമില്ലാതെ ചെയ്യുന്ന സമയത്ത് ബൈയിങ്ങിന്റെയും സെല്ലിങ്ങിന്റെയും ബ്രോക്കർ ഫീ കൊടുക്കുകയും ഇൻവെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യില്ല. അപ്പോൾ അമിത ആവേശം കാണിക്കാതെ പറ്റുന്നത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഇതുവരെ വരുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് ആഡ് ചെയ്യാം. ലാസ്റ്റിൽ ഡെഫിനറ്റ് ആയിട്ടും സ്കോർസ് താഴെ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ മിസ്റ്റേക്ക് നമ്മളെല്ലാവരും അധികം വൈകാതെ സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങും. വലിയ നഷ്ടമൊന്നും വരാനുള്ള ചാൻസസ് ഈ ഒരു മിസ്റ്റേക്ക് വഴിയില്ല. പക്ഷേ അടുത്ത മിസ്റ്റേക്കിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് ഇൻവെസ്റ്റിംഗ് പഠിപ്പിച്ചു തരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇത് തെറ്റായിട്ടായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു വലിയ ട്രാപ്പിൽ എത്തുമ്പോൾ മാത്രമാണ് അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. സോ മിസ്റ്റേക്ക് നമ്പർ 2, ഇൻവെസ്റ്റിംഗ് പോസ് ചെയ്യാതെ ഇരിക്കുന്നത്. എനിക്കറിയാം ഇൻവെസ്റ്റിംഗ് ഒരിക്കലും പോസ് ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പല സ്ഥലത്ത് കേട്ടിട്ടുള്ളത്. ബട്ട് നമ്മുടെ ഏർലി സ്റ്റേജിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നാൽ, നമുക്ക് ആ സമയത്ത് എമർജൻസി ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാവാം, ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാവാം, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പൈസയുടെ ആവശ്യം വന്നേക്കാം. ആ സമയം നമ്മൾ ഇൻവെസ്റ്റിംഗ് പോസ് ആക്കാതെ ഇൻവെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. എന്നിട്ട് ആ പണത്തിന്റെ ആവശ്യത്തിനായിട്ട് പേഴ്സണൽ ലോണോ ക്രെഡിറ്റ് കാർഡ് ലോണോ ക്യാഷ് വിഡ്രോവലോ ഒക്കെ ചെയ്യും. പക്ഷേ ഐഡിയലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് പോസ് ചെയ്യുകയാണ് വേണ്ടത്. ആ പണം നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യുകയും വേണം. ഹൈ ഇൻട്രസ്റ്റ് ഡെറ്റ് എടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെ ചെയ്താൽ വിത്തിൻ 1-2 വർഷം കൊണ്ട് തന്നെ നമ്മൾ ഡെറ്റ് ട്രാപ്പിൽ വീഴും. എസ്പെഷ്യലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാപ്പ് വീഡിയോ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഇതിലേക്ക് ചെന്ന് നമ്മൾ വീഴുന്നതെന്ന്. അപ്പോൾ നല്ല പിൻ പോയിന്റ് അക്യുറസിയോട് കൂടിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ട്രാപ്പിൽ വീഴ്ത്താൻ ഇതിന് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇൻവെസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. പോസ് ചെയ്യാൻ അതല്ലെങ്കിൽ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ മടിയാണ് എങ്കിൽ അത് ആ എമൗണ്ട് കുറച്ച് ഒരു 500-100 ഒക്കെ ആക്കി മാറ്റാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എമൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തേ മതിയാകൂ എന്നുള്ള അഡ്വൈസ് ഒക്കെ പല സ്ഥലത്തു നിന്നും കേട്ട് അതിലേക്ക് മുറുക്കി പിടിച്ചാൽ നമ്മൾ അതിലും വലിയ ഡെറ്റ് ട്രാപ്പിലായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ആ ആവശ്യം നിറവേറ്റാനായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റെസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ ആയിട്ടുള്ള സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് എൻ്റെ ഒരു മോശം സ്വഭാവം കാരണം ഞാൻ വരുത്തിയൊരു മിസ്റ്റേക്കാണ്. നമുക്കൊക്കെ നമ്മളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും പറയണം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 3, നമ്മുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെയർ പോലും മാറ്റി വെക്കാതെ ഇരിക്കുന്നത്. അതെന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. എനിക്കുണ്ടായിരുന്ന ഒരു വലിയ ഇഷ്ടം ഇമ്പൾസീവ് ബൈയിങ് ആയിരുന്നു. ചുമ്മാ അത് കറങ്ങി നടന്ന് പെട്ടെന്ന് കാണുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. എല്ലാ തരത്തിലും ഫിനാൻസ് എക്സ്പേർട്സ് പറഞ്ഞു തരുന്നത് ഇമ്പൾസീവ് ബൈയിങ് വളരെ മോശമാണ് എന്നാണ്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എക്സ്പേർട്സ് തന്നെ പറഞ്ഞു തരുന്ന ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു കാര്യം ഇമ്പൾസീവായിട്ട് ബൈ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നേരെ വീട്ടിൽ പോയി 24 hours അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അത് വേണമെന്ന് തോന്നിയാൽ മാത്രം തിരികെ വന്ന് അത് വാങ്ങിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വളരെ ഫൂളിഷ് ആയിട്ടുള്ള ടെക്നിക്കാണ്. കാരണം അങ്ങനെ വീട്ടിൽ പോയി 24 മണിക്കൂർ ആലോചിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതൊരു ഇമ്പൾസീവ് ബൈയിങ് അല്ല. ഇമ്പൾസീവ് ബൈയിങ് ആണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെയ്തത് ഇമ്പൾസീവ് ബൈയിങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ്, ഞാൻ എൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് സാലറി കിട്ടുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഷെയർ മാറ്റി വയ്ക്കുന്നു. ആ മാസം ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് ഇതേപോലെ ഇമ്പൾസീവ് ബൈയിങ് ചെയ്യാൻ തോന്നിയാൽ ഞാനത് ഉപയോഗിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടറിന് അലൈൻ ചെയ്യുന്ന, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വയ്ക്കുക. ഏത് ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനും ഇത് പറഞ്ഞു തരാൻ സാധിക്കില്ല. അവർ പറഞ്ഞു തരുന്നത് അവർ കണ്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള റൂൾ ആയിരിക്കാം. ഇതൊന്നും എപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. പല ആളുകളും ഇൻവെസ്റ്റിംഗിൽ ഇങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ വെക്കും. പുറത്ത് പോയി കഴിക്കരുത്, സിനിമ കാണരുത്, ഇമ്പൾസീവ് ബൈയിങ് പാടില്ല, ഇങ്ങനെ ചെയ്താൽ ഫിനാൻസ് മോശമാകും എന്നൊക്കെ. എനിക്ക് മനസ്സിലായത് നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നില്ല എങ്കിൽ, നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള പെയിൻ ഒന്നും വരുന്നില്ല എങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാം എന്ന് തന്നെയാണ്. ഈ
ഒരു സംഭവം എന്നെ തന്നെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കൂടുതൽ നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മുടെ മനസ്സിന് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ കുറേ കാലത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് കംപ്ലീറ്റ്ലി എൻ്റെ ടേക്ക്. നമ്മൾ നോർമലി കേൾക്കുന്ന അഡ്വൈസ് അല്ല ഇത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സിമിലർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു മോശം ഫിനാൻഷ്യൽ ഡിസിഷനോ മോശം ഫിനാൻഷ്യൽ ഹാബിറ്റ് ആയിട്ടായിരിക്കാം പൊതുവേ കാണപ്പെടുന്നത്. അത് നിങ്ങൾക്ക് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാമെങ്കിൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കില്ല, പെർമനന്റ് ആയിട്ടുള്ള പെയിന് നമുക്ക് വരുത്തില്ല എന്നുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 3 മിസ്റ്റേക്കിനേക്കാളും ക്രിട്ടിക്കലാണ് അടുത്തത്. കാരണം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായി നമുക്ക് തോന്നും, ബട്ട് ഒരു പ്രോപ്പർ റിസൾട്ട് ഈ ഒരു മിസ്റ്റേക്ക് കാരണം നമുക്ക് കിട്ടാറുമില്ല. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ മിസ്റ്റേക്ക് നമ്പർ 4, ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ചെയ്യാതെ ഇരിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഇത് എന്താണ് എന്ന് പോലും തുടങ്ങുമ്പോൾ അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 30-40% വരെ ആളുകൾക്ക് ഗോൾസ് ഒന്നുമില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു, അവരും ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ നമുക്കൊരു കാർ ഓടിച്ചു പോകാൻ സാധിക്കില്ല. ഇനി എന്തായാലും വണ്ടി എടുത്ത് ഓടിച്ചു തുടങ്ങാം, സമയം പോലെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. മോസ്റ്റ് കേസസിലും അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റിംഗ്. ഗോൾസ് ആദ്യം സെറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി ഒരുപാട് ഞാൻ പറയുന്നില്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗോൾ ബേസ്ഡ് ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ ചെറിയ ഗോൾസ് തൊട്ട് വലിയ ഗോൾസിന് വരെ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം എന്ന് പോലും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുവരെ ഗോൾസ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്താലും ഈ അടുത്ത മിസ്റ്റേക്ക് സഡൻ ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയെ എന്നേക്കുമായിട്ട് എൻഡ് ചെയ്യും. അത് എന്താണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് പോകരുത്, തീർച്ചയായിട്ടും മുഴുവനായിട്ട് കേൾക്കണം. സോ മിസ്റ്റേക്ക് നമ്പർ 5, വളരെ കോമൺ ആയിട്ട് ആളുകൾ ഇൻഷുറൻസ് എടുക്കാത്തത് ഒന്നുകിൽ പണമില്ല, അതല്ലെങ്കിൽ അസുഖം വരില്ല എന്നുള്ള തോന്നൽ. ഈ 2 കാരണങ്ങളായിരിക്കും. എന്നാൽ ഞാൻ ചെയ്യാതെ ഇരുന്നതിൻ്റെ കാരണം എനിക്ക് എന്തെങ്കിലും വന്നാലും എൻ്റെ പാരൻസും എൻ്റെ സിസ്റ്ററും ഒക്കെ എന്നെ നോക്കിക്കോളും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെല്ലാം സപ്പോർട്ട് ചെയ്തേക്കാം, ബട്ട് അതിന് അവസരം ഉണ്ടാക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെയും അവരുടെയും ഫിനാൻസിന് നല്ലത്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഞാനൊരു ഇൻഷുറൻസ് എടുക്കാൻ ഒരുപാട് ഡിലേ ആയി. തുടർന്ന് എനിക്ക് ഒരുപാട് പ്രോബ്ലംസും ഉണ്ടായി. ഇൻഷുറൻസ് നമുക്ക് നല്ലത് നോക്കി നമുക്ക് ചേരുന്നത് കൃത്യമായിട്ട് എടുക്കുക. നമ്മൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയെടുത്ത ഫിനാൻസും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും തകർക്കാൻ ഒരൊറ്റ മെഡിക്കൽ എമർജൻസി മതി. അപ്പോൾ ഇനി അടുത്ത മിസ്റ്റേക്ക് ഞാൻ മാത്രമല്ല മിക്ക ന്യൂബീസും ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റിങ്ങിൽ വന്നത് തന്നെ ഇതിനാണ്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 6, നമ്മളിങ്ങനെ പല സ്ഥലത്തും പല മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കും. 1960 കൊക്കക്കോള സ്റ്റോക്ക് വാങ്ങിയാൽ ഇന്ന് 100 മില്യൺ കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനീസ് പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. 1-2 വർഷം കൊണ്ട് തന്നെ ഇട്ടതിൽ കുറച്ചൊക്കെ നമുക്ക് പച്ച പിടിക്കുമായിരിക്കാം, പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഇടരുത് എന്നല്ല ഞാനിവിടെ പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ മേജർ പണവും ഇടുക. മ്യൂച്വൽ ഫണ്ടിൽ ഈ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കൊക്കെ ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങാൻ മടി ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ചൂസ് ചെയ്യാനായിരിക്കും നമുക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ മേജർ പാർട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇടുക, ബാക്കി കുറച്ച് മാത്രം ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഇടുക. പിന്നീട് നമ്മുടെ കഴിവും സമയവും ഒക്കെ വെച്ച് മാത്രം ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പോഷറും തരും. ഒരുപാട് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പലതരത്തിലുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, കമ്മോഡിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമുക്ക് എന്തൊക്കെ വേണോ അവിടെ ഒക്കെയുള്ള എക്സ്പോഷർ മ്യൂച്വൽ ഫണ്ട് നമുക്ക് തരും. പിന്നെ എന്തിനാണ് നമ്മൾ ഒരുപാട് പ്രഷറും സ്ട്രെസ്സും ഒക്കെ എടുത്ത് ഈ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ശ്രമിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാർഗ്ഗം അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മാക്സിമം മ്യൂച്വൽ ഫണ്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത്, ഞാനൊരു വെറൈറ്റി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തതാണ് പറയാൻ പോകുന്നത്. അന്ന് ഇതൊന്നും അറിയാതെ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഇന്നും പല ആളുകളും കമന്റിൽ ഇത് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് അടിപൊളിയല്ലേ എന്നൊക്കെ. അതുകൊണ്ടാണ് ഇത് ഞാനൊന്ന് പറയാമെന്ന് കരുതിയത്. സോ മിസ്റ്റേക്ക് നമ്പർ 7, ഡിജിറ്റൽ ഗോൾഡ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഡിജിറ്റൽ ഗോൾഡ് തരുന്നുണ്ട്. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പോഴും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 2 കമ്പനി വഴി കുറേ പണം ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അതായത് ഇൻഷുറൻസ് IRDA റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സെബി റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന സംഭവം ആരും റെഗുലേറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മിക്ക പ്ലാറ്റ്ഫോംസും അത്രത്തോളം ട്രാൻസ്പെറൻറ്റും അല്ല. സോ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് നല്ല പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. എനിക്ക് ഒരുപാട് പ്രൊമോഷൻസ് ഇതേപോലത്തെ ഡിജിറ്റൽ ഗോൾഡ് പ്ലാറ്റ്ഫോംസിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇതുവരെ ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് നല്ല പ്ലാറ്റ്ഫോംസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അതേതാണ് എന്ന് കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല.
ബട്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്തതിൽ നിന്നും എനിക്ക് പണം നഷ്ടമാണ് വന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിസ്റ്റേക്ക്, ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 100% ഷുവറാണ്. ഇനി ചെയ്തിട്ടില്ല എങ്കിൽ ഇനി ചെയ്യും എന്നുള്ളതും 100% ഷുവറാണ്. ഞാൻ പണ്ട് ഇൻവെസ്റ്റിംഗ് തുടങ്ങിയ സമയത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എൻ്റെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഹാബിറ്റ്സിൽ ഒന്നാണ് ഈ ഒരു സംഭവം. എൻ്റെ പോർട്ട്ഫോളിയോ അതല്ലെങ്കിൽ അന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തീരുമാനിക്കും എൻ്റെ അന്നത്തെ മൂഡ് എന്തായിരിക്കണം എന്നുള്ളത്. നിഫ്റ്റി വീണാൽ അന്നത്തെ എൻ്റെ ദിവസം പോയി, മൂഡ് ഓഫ്. ആ ഒരു തരത്തിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് റിസർച്ചസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒട്ടും കെയർ ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണ് എൻഡ് ഓഫ് ദി ഡേ കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എന്ന്. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യുക. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുക. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം തന്നെയില്ല. മേ ബി വേണമെങ്കിൽ എല്ലാ 3 മാസത്തിലും 6 മാസത്തിലും ഒന്ന് റിവ്യൂ ചെയ്യുക, ഒന്ന് മോണിറ്റർ ചെയ്യുക, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ലോങ് ടേമിലാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും നോക്കി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം തന്നെയില്ല. മുകളിലോട്ട് പോയാൽ സന്തോഷിക്കേണ്ട ആവശ്യമില്ല, താഴോട്ട് പോയാൽ സങ്കടപ്പെടേണ്ട ആവശ്യവും ഇല്ല. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, ഒട്ടും അറിയില്ല എങ്കിൽ നല്ലൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന അഡ്വൈസറിന്റെ ഹെൽപ്പ് എടുക്കുക. അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അവർക്ക് പണം കൊടുക്കണമെന്ന് മാത്രം. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങളുടെ സ്കോർ 8ൽ എത്രയാണ് എന്ന് പറയുക. ഈ 8 മിസ്റ്റേക്സിൽ എത്ര എണ്ണം നിങ്ങൾ ഓൾറെഡി വരുത്തി എന്ന് പറയുക. വരുത്തിയില്ല എങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ എന്നെക്കാളും വളരെ നല്ല രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതൊന്നും അല്ലാത്ത ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നും നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഇനി ഈ വീഡിയോ കാണുന്നതിൽ ഇതുവരെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളിത് ഈ കാണുന്ന പ്ലേലിസ്റ്റിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സമയം പോലെ ആ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.